ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം, ഈ വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഈ സന്തോഷമായിരിക്കുന്ന ദിവസങ്ങൾ, ദൈവസന്നിധിയിൽ ഒരാണ്ടുകൂടെ ദൈവമായ കർത്താവ് നമ്മെ പുലർത്തിയതിന് വീണ്ടും വീണ്ടും സ്തോത്രം ചെയ്തുകൊണ്ട് കർത്തൃസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ഒരിക്കൽ കൂടി വചനം കേൾപ്പാൻ കർത്താവ് നമുക്ക് തരുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ അവസരത്തെ സന്തോഷത്തോടെ ദൈവത്തിന് കാതോർക്കാനായി ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തിയും മഹത്വപ്പെടുത്തിയും ആരാധിച്ചും സ്തുതിച്ചും എല്ലാ മഹത്വവും സ്വർഗസ്ഥനായ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ആലോചനയ്ക്ക് ആധാരമായ വേദവാക്യം ഞാൻ ശൗമേൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 ശമൂവേൽ 18-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1 ശമൂവേൽ 18-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയതുകൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. ദാവീദ് ഇസ്രായേലിൻ്റെയും യഹൂദയുടെ മുമ്പിൽ നായകനായി പെരുമാറിയതുകൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. ദാവീദ് രാജാവ് അഭിഷിക്തനായി ഗോലിയാത്തിനെയൊക്കെ കൊന്ന് 17-ാം അധ്യായത്തിനകത്താണല്ലോ ആ സംഭവങ്ങളൊക്കെ. ശൗലിന് ഇഷ്ടപ്പെട്ടു. അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് തൻ്റെ ഐഹിക ജീവിതം സാധാരണ നിലവാരത്തിൽ അറിയപ്പെട്ടവനായി നല്ല പ്രായത്തിൽ കാര്യങ്ങളുടെ ഗൗരവമുള്ള ഭാഗത്തേക്ക് കിടന്ന് പ്രത്യേകിച്ച് രാജാവായിരിക്കുന്ന ശൗലിനോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച് അങ്ങനെ കൊട്ടാരത്തിൽ ശൗലിനോട് കൂടെയൊക്കെ ജീവിച്ചു പോരവേ യോനാഥാനുമായിട്ടൊക്കെ നല്ല അടുപ്പത്തിൽ പോരുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ യോനാഥാന് ദാവീദിനെ വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് യോനാഥാൻ തന്നെ മുൻകൈ എടുത്ത് സർവ്വജനത്തിൻ്റെ മുമ്പിൽ സൈന്യത്തിൻ്റെ പടജനത്തിന് മേധാവിയാക്കി. അങ്ങനെ ഔപചാരികവും ഔദ്യോഗികമായിട്ട് ദാവീദ് പടിപടിയായിട്ട് ഉയർത്തപ്പെട്ടു. ഒരു ഉത്തരവാദിത്വം രാജസദസ്സിൽ നിന്ന് ദാവീദിന് കിട്ടി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ദാവീദ് വളരെ പക്വതയോടെ ഉത്തരവാദിത്വ ബോധത്തോടെ ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ജനങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടെ രാജാവ് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ജയത്തോടെ നല്ല വിൽ പവറോടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ യഹൂദയിലെ സ്ത്രീകൾ പുകഴ്ത്താൻ തുടങ്ങി ദാവീദിനെ. ആ പാട്ടുകളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഗാനപ്രതികാരമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് അവിടുത്തെ സ്ത്രീകൾ പാടാൻ തുടങ്ങി. ഇത് ശൗലിനെ ശരിക്കും ചൊടിപ്പിച്ചു. ഈ ഒരു സംഭവമാണ് വാസ്തവത്തിൽ ദാവീദുമായിട്ട് ഏറെ കോർത്ത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാനുണ്ടായൊരു തുടക്കം അതാണെന്ന് പറയാം. അങ്ങനെ ശൗല് ദാവീദിൻ്റെ ഇടപെടലുകൾ ജനപ്രിയനായി മാറുന്നത് ഇതിനകത്തേക്ക് അങ്ങ് അസ്വസ്ഥനായി. ദാവീദ് ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവൻ ആശങ്കിതനായി തീർന്നു എന്നാണ് 15-ാമത്തെ വാക്യത്തിൽ 18-15 എഴുതിയിരിക്കുന്നത്. ഞാനിതിൽ നിന്ന് പഠിച്ചൊരു പാഠം, നമ്മൾ വലിയ ഗുണ്ടായുസൊന്നുമില്ല, ഭീഷണിയൊന്നുമില്ല. നമ്മൾ ദൈവസന്നിധിയിൽ മനുഷ്യൻ്റെ മുമ്പിൽ വിവേകത്തോടെ നടന്നാൽ, മാന്യമായി നടന്നാൽ, നമ്മുടെ പൊസിഷൻ കീപ്പ് ചെയ്ത് നടന്നാൽ, നമ്മൾ ആരെന്നറിഞ്ഞ് ആ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ അത്രയും മതി. ജീവിതമാണ് ആയുധം. ആ മനോഭാവം അങ്ങനെ നടന്നാൽ, പത്രോസിൻ്റെ ലേഖനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ആ ഭാവം തന്നെ നിങ്ങൾ ആയുധമായി ധരിപ്പീൻ. യേശുക്രിസ്തുവിൻ്റെ അതേ മനോഭാവം നാം എടുക്കുകയും ആ രീതിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ആ മനോഭാവം ഒരായുധമാവും. ഇപ്പം ഇവിടെ അതുപോലെയല്ല സംഭവിച്ചിരിക്കുന്നത്. ദാവീദ് പ്രത്യേകിച്ച് വാളൂരി എല്ലാവരുടെ മുമ്പിൽ വാള് കുലുക്കി കാണിച്ചിട്ട്, എന്നോടടുത്ത് ഞാൻ കാണിച്ചു തരാടാ, നീ വന്നാൽ ഞാൻ ശരിയാക്കി തരും, ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടല്ല. അവൻ്റെ ജീവിതശൈലി ഒരായുധം പോലെയായി.
ആളുകൾക്ക് പേടിയായി. കയ്യിലിരിക്കുന്ന വാളിനെയല്ല, എളി തിരികിയിരിക്കുന്ന കൊച്ചു പിച്ചാത്തിയല്ല, അവൻ കരുതി വച്ചിരിക്കുന്ന ഏതെങ്കിലും വലിയ ബോംബല്ല. മാന്യമായി ജീവിക്കാൻ തുടങ്ങിയ ആ ജീവിതം, ആ ജീവിത ശൈലി പ്രതിയോഗിക്കെതിരെ ഒരായുധം പോലെയായി. ആശങ്കപ്പെടാൻ തുടങ്ങിയെന്ന്. ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മാന്യമായി മര്യാദയ്ക്ക് കൃപയിൽ ആശ്രയിച്ച അഭിഷേകത്തിന് വിധേയപ്പെട്ട് ദൈവവ്യവസ്ഥ പ്രകാരം കർത്താവിൻ്റെ തിരുമുമ്പിലും ജനത്തിൻ്റെ സമക്ഷവും ജീവിക്കാൻ തുടങ്ങിയപ്പോൾ പലരും അവൻ്റെ ആ ശൈലിക്കകത്ത്, ജീവിത ശൈലിക്കകത്ത് ആശങ്കപ്പെടാൻ തുടങ്ങി. ഞാനിത് വായിച്ച് വളരെ നേരം വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടാണ് ഈ ഭാഗം എൻ്റെ മനസ്സിലൂടെ തയ്യൽ മെഷീനിലെ സൂചി കയറി ഇറങ്ങുന്നത് പോലെ അനേക പ്രാവശ്യം ഈ വചനം എൻ്റെ ഹൃദയത്തിലൂടെ കയറി ഇറങ്ങി. എന്നിട്ടാണ് ഞാനിത് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാന്യമായ ജീവിതം കൊണ്ട്, വിശ്വസ്തമായ ജീവിതം കൊണ്ട്, പരിശുദ്ധാത്മ നിറവിലും ആത്മീകവും നിറഞ്ഞ ജീവിതം കൊണ്ട് ഏത് പ്രതിയോഗിയെയും ആശങ്കപ്പെടുത്താം. ജീവിതം പാളിയാൽ പിന്നെ ശത്രു നമ്മളെ പേടിക്കില്ല. നമുക്ക് വിരോധമായി ഒരുപാട് ആയുധങ്ങൾ അവൻ്റെ കയ്യിൽ കിട്ടും. എന്നാൽ ജീവിതം വിശ്വസ്തതയോടെയാണെങ്കിൽ നാം അവനെതിരെ ഒരായുധമായിരിക്കും എന്ന കാര്യം ഈ 15-ാം വാക്യത്തിൽ സ്പഷ്ടമാണ്. 18-15. പക്ഷെ 16-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. 16-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദാവീദ് രാജാവ് ഇസ്രായേലിൻ്റെയും യഹൂദയുടെ മുമ്പിൽ നായകനായി പെരുമാറിയതുകൊണ്ട്. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഡീലിംഗ്, ബിഹേവിയർ, ഓരോരുത്തരോടും ഇടപെടുന്ന രീതി, ശൈലി, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. നമ്മൾ ആരോടും മിണ്ടാതെ, ആരുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കാറിൽ കയറുന്നു, എവിടെയെങ്കിലും ചെല്ലുന്നു, നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നു, തിരിച്ച് കാറിൽ കയറുന്നു, വീട്ടിൽ വരുന്നു. ആരുമായിട്ട് നമുക്ക് ബന്ധമില്ല. ഒരു പള്ളിയിൽ ചെന്നാൽ നമുക്ക് വലിയ ആരുമായിട്ട് മിണ്ടലും പറച്ചിലൊന്നുമില്ല. കൂടപ്പുറപ്പുകളും സ്നേഹിതരും സഹോദരങ്ങളൊക്കെ ഉണ്ട്. വലിയ ബന്ധമൊന്നുമില്ല. അവനവൻ്റെ കാര്യം നോക്കി നടക്കുന്നു. വാസ്തവത്തിൽ അത് ജീവിതമാണെന്ന് പോലും പറയാൻ പറ്റുകയില്ല. പക്ഷെ എല്ലാവരുമായിട്ട് ഇടപെടുന്നു. എല്ലാ മതസ്ഥരുമായി, അയൽവക്കക്കാരുമായി, ഒരു കൂട്ടായ്മയിൽ വരുന്ന ചെറിയവരും വലിയവരും എല്ലാവരുമായി, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും എല്ലാവരുമായി, അവിടെ തൂക്കാനും തുടയ്ക്കാനും വരുന്ന ആളുകളുമായി എല്ലാവരുമായിട്ട് ഇടപെടുന്നു. എല്ലാവരുടെ ഇടയിൽ ഇടപെടുമ്പോൾ ആ പെരുമാറ്റം സ്റ്റാൻഡേർഡിനൊത്തവണ്ണം, അതാണ് നായകനായി പെരുമാറി. ചുമ്മാ എല്ലാവരുടെയും മുമ്പിൽ ഞഞ്ഞാമിഞ്ഞ പറഞ്ഞ്, നമ്മുടെ വില കളഞ്ഞ്, ചുമ്മാ വെറുതെ വളിപ്പും പറഞ്ഞ്, സ്റ്റാൻഡേർഡ് കളഞ്ഞ്, ഏതെങ്കിലും കാര്യങ്ങൾ കള്ളക്കഥകൾ പറഞ്ഞ്, ചുമ്മാ നുണയും അതുമെല്ലാം കൂട്ടിപ്പറഞ്ഞ്, നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് അവരിങ്ങോട്ട് പറഞ്ഞു പോയാൽ നമ്മുടെ ജീവിതം പാടെ പാടും. ഇനി നമുക്ക് എത്ര രൂപ ശമ്പളം ഉണ്ടെങ്കിലും, നമ്മൾ എത്ര വലിയ മട്ടുപ്പാവിൽ പാർത്താലും, ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനകത്ത് പാളിച്ച വന്നാൽ, ഇടപെടലുകൾക്കകത്ത് നമ്മൾ ആകെപ്പാടെ നിലവാരം കീപ്പ് ചെയ്യാതെ പോയാൽ തകർന്നു. പക്ഷേ ഈ വാക്കിനകത്ത് ദാവീദ് എല്ലാവരോടും, അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും കണ്ട് ഈ അച്ചച്ച കൊച്ചമ്മ വിളിച്ചൊന്നും നടന്നില്ല. തൻ്റെ പദവി അങ്ങനെയല്ലേ, നായകനാണ്. ഞാൻ ഈ രാജ്യത്ത് ഇപ്പോൾ ആട്ടിടയനല്ല. ഞാൻ ഈ രാജ്യത്ത് ഇപ്പോൾ ഒരു സാധാരണക്കാരനല്ല, ഒരു പ്രജയല്ല. മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ട് എന്നെ ഈ രാഷ്ട്രത്തിൽ ഞാൻ കൊതിച്ചു വന്നതല്ല. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തും പരീക്ഷ എഴുതിയും ഉറക്കം അളച്ചും കാല് പിടിച്ചും കൈക്കൂലി കൊടുത്തും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തും കയറിയതല്ല. ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഞാൻ ഇവിടെ നായകനായതാണ്. ആ കിട്ടിയ പദവി മറക്കരുത്. നീ എങ്ങനെ ഈ സ്ഥാനത്തെത്തി, നീ എങ്ങനെ ഈ പദവിയിലെത്തി, ആ പദവിയിലിരുന്നുകൊണ്ട് കൊള്ളരുതായ്മ കാണിക്കരുത്. ജനം വെറുക്കും, ആളുകൾ കരിയാപ്പല പോലെ കളയും. നമ്മളിരിക്കുന്ന കസേരയുടെ വലിപ്പമല്ല, നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പിയുടെ കേമമല്ല, പിന്നെ ജീവിതത്തിൻ്റെ അന്തസ്സാണ് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ.
15-ാമത്തെ വാക്യത്തിനകത്ത് ജീവിതം കൊണ്ട് ചിലരാശങ്കപ്പെടുന്നു. 16-ാമത്തെ വാക്യത്തിനകത്ത് പെരുമാറ്റം കൊണ്ട് ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റുന്നു. ഒരു ഭാഗത്ത് വിരോധിയും ശത്രുവും അസൂയാലുമായിരിക്കുന്ന എതിരാളികൾ ജീവിതം കണ്ടിട്ട് ആകുലപ്പെട്ട് വെപ്രാളടിക്കുന്നു. മറുഭാഗത്ത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായ പെരുമാറ്റം കണ്ടിട്ട് എല്ലാവരും സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിത് കേട്ടിട്ട് വല്ലതും തോന്നിയോ? ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ കൊണ്ടുവന്ന് ഇതാണോ പറയണ്ടേ എന്നാണ്, വേറെ എന്തെല്ലാം വല്ല വാഗ്ദത്ത വചനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പുറകെ വരും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, പുതിയൊരു സംവത്സരം വരുമല്ലേ. ഞാൻ എപ്പോഴും മുമ്പോട്ട് നോക്കിയാണ് കാര്യങ്ങൾ പ്രസംഗിക്കുന്നത്. പുതിയൊരു സംവത്സരം വരുമല്ലേ. പെരുമാറ്റം കൊണ്ടും ഇടപാട് കൊണ്ടും ജീവിതം കൊണ്ടും നാണം കെടരുത്. നമ്മളൊരു പദവിയിലെത്തി ദൈവത്തിൻ്റെ മക്കളായി. നിങ്ങളായിരിക്കുന്നിടത്ത് ജീവിതം ഒരായുധമാക്കുക. പെരുമാറ്റം സ്നേഹം പിടിച്ചു പറ്റാൻ ഒരു ഉപാധിയാക്കുക. അടുത്ത കൊല്ലം രക്ഷപ്പെടാം. എല്ലാവരുടെ മുമ്പിൽ മാനിക്കപ്പെടാം. നമുക്ക് ഈ വാക്യങ്ങൾ അടിവരയിടാം. അടുത്ത കൊല്ലത്തേക്ക് വേദപുസ്തകത്തിലെ കൊള്ളാവുന്ന 4 വാക്യങ്ങൾ വെട്ടി ഭിത്തിയിൽ ഒട്ടിക്കുന്നതിനേക്കാൾ ഈ വാക്യങ്ങൾ അടിവരയിട്ടിട്ട് ഇതുപോലെ ജീവിച്ച് മാന്യരാകാം എന്നൊരു അടിക്കുറിപ്പോടെ എഴുതി വെച്ചു. ദൈവം മാനിക്കും. അത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും കൂട്ടായ്മയിലാണെങ്കിലും സഭയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ 2 വാക്യങ്ങൾ ഫലിക്കും, ഏക്കും, ഗുണം ചെയ്യും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം, വർഷത്തിൻ്റെ അവസാന ദിവസം, ഞങ്ങളെ ഗുണദോഷിക്കുന്ന ദൈവത്തിന് നന്ദി. വഴി പറഞ്ഞു തരുന്ന കർത്താവിൻ്റെ വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ ഏറ്റു കർത്താവേ. ഈ ശോഭേൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 15-16 അങ്ങയുടെ ദാവീദ് അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള അങ്ങയുടെ ഓമനപുത്രനെ പോലെ അങ്ങയെ സ്നേഹിച്ച ദാവീദ് അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ ഞങ്ങൾ കണ്ടെത്തിയ ഗുണപാഠം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അടുത്ത ആണ്ടുകൾ ഞങ്ങൾക്ക് ശുഭത നൽകാൻ, എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് എതിരാളി ഞെട്ടാൻ കർത്താവ് കൃപ ചെയ്യണം. ഇത് ആത്മീകർക്ക് ഗുണപാഠമാകട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ.